സൂമിൽ ശ്രദ്ധിക്കുന്നവര് മുഴുവൻ ആത്മാവിൽ ആരാധിക്കാൻ പറ്റുന്നവര് മുഴുവൻ അറിഞ്ഞുകൊണ്ട് ആരാധിക്കാൻ പറ്റുന്നവര് മുഴുവൻ അങ്ങ് പുറകെ നിൽക്കുന്നവരെയും സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നവർ ഒരു അസാധാരണ മൂവ് ഈ ഹോളിനകത്ത് വെളിപ്പെടുന്നു. കാണാൻ നിൽക്കല്ലേ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കുന്നു, പുനരുത്ഥാന ശക്തി വ്യാപരിക്കുന്നു. നിലം പരിശായി കിടക്കുന്ന ചിലവരെ എഴുന്നേൽപ്പിക്കാൻ പുനരുത്ഥാന ശക്തി. പുനരുത്ഥാന ശക്തി ആത്മാവിന്റെ ബലത്തിൽ ആരാധിക്കുക, ആത്മാവിന്റെ ബലത്തിൽ ആരാധിക്കുക. സൂമിൽ ശ്രദ്ധിക്കുന്നവർ മുഴുവൻ ആ ബലം നിങ്ങളിൽ വ്യാപരിക്കട്ടെ. പുനരുത്ഥാന ശക്തി, കല്ലറകളെ തുറക്കുന്ന ശക്തി. ഇത് മൂന്നാമത്തെ ദിവസമാണ്. ഈ മൂന്നാമത്തെ ദിവസം ദൈവപ്രവർത്തികളുടെ സമയമാണ്. ശബദന മനമന മനമന ഘടക സംഭര മനമ സംഭര മനമ സംഭര മനമ സംഭര മനമ. കാണാൻ നിൽക്കല്ലേ. ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കുന്നു. അവനെ ആരാധിക്കുന്നു.
നിൽക്കുന്നവർ നിന്നോ, ഇരിക്കുന്നവരിരുന്നോ. ഇനി ഇത് എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. എന്നോട് തമ്പുരാൻ ഒന്ന് രണ്ടൊന്ന് കാര്യങ്ങൾ, ഞാൻ ഇന്ന് വലിയ മെസ്സേജ് അല്ല തൊടുന്നത്, ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായി ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്തോട്ട് ദൈവം ഇട്ടേക്കുന്ന ചിലത് നിങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ മടുത്തുപോയ ചിലവർ കാണും കേട്ടോ. എന്തിനാ പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ച ചിലവർ കാണും. ഈ വിഷയം കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കുറെ നേരം സൈലന്റായി. ഹല്ലേലൂയ. സൈലന്റായി നിൽക്കുന്ന സമയത്ത് കർത്താവിനെ ഒരു കാര്യം ഓർപ്പിച്ചു. ഞാൻ എൻ്റെ കല്യാണം നടക്കുന്ന സമയത്ത് അതിന് മുമ്പാണ് ഈ കൺവെൻഷനുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ആ കൺവെൻഷൻ കുണ്ടറ ഒരു കൺവെൻഷൻ നടത്തുന്ന സമയത്ത് വലുതായി സഹായിക്കാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് ഞാനും കൂടെ നോട്ടീസ് ഒട്ടിക്കാനും നോട്ടീസ് കൊടുക്കുവാൻ ഇറങ്ങിയൊക്കെയാണ്. അപ്പം ഞാനും കുണ്ടറയുള്ളൊരു പാസ്സുണ്ട്. ഞങ്ങളൊരു വീട്ടിൽ ചെന്നു. ആദ്യത്തെ വീട്ടിൽ ചെന്നപ്പോൾ പാസിനെ അറിയാവുന്നതായതുകൊണ്ട് അവർ വല്ലാതെ കളിയാക്കി. നിങ്ങൾക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലെന്നൊക്കെ ചോദിച്ചു. എന്നാൽ അടുത്ത വീട്ടിലും ഈ മനുഷ്യൻ തൊട്ടടുത്ത വീട്ടിലും ലജ്ജ കൂടാതെ കയറുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ ഒന്നും കൊടുക്കണ്ട, നമുക്ക് പോവാം. അവിടെ അദ്ദേഹം പറഞ്ഞു, ഇതിന് പ്രതിഫലമുണ്ട്. എൻ്റെ നാമനിമിത്തം എന്തെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് പ്രതിഫലം. ഹല്ലേലൂയ. ആ സമയത്ത് ഞങ്ങൾ ആ രണ്ടാമത്തെ വീട്ടിലോട്ട് കയറി ചെല്ലുന്ന ആ സമയത്ത് അവിടെ ഒരു പൊടിക്കുഞ്ഞുണ്ട്. സിറ്റൗട്ടിൽ നിന്നതാ. ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ബൈക്കിൽ ചെന്ന് ഇറങ്ങി നോട്ടീസുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ കുഞ്ഞ് അകത്തോട്ട് കയറി ഓടുന്നത് കണ്ടു. വാതിലൊന്നും അടച്ചിട്ടില്ല. ഞങ്ങൾ ചെന്ന് കോളിംഗ് ബെല്ലിട്ടു. 1-2 പ്രാവശ്യം ഇട്ടു. അവസാനം ഹല്ലേലൂയ ആ പാസ് അവിടെ നിന്ന് സാമയെന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ആരും വരുന്നില്ല. എനിക്ക് ഉള്ളിൽ അങ്ങ് ഭയങ്കര ഭാരം തോന്നി. എൻ്റെ ആദ്യ അനുഭവങ്ങളാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ് വാ, നമുക്ക് പോവാം. ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രാവശ്യമായപ്പോൾ എൻ്റെ അകത്ത് മടുപ്പ് തോന്നി. പക്ഷെ ഇദ്ദേഹത്തിന് മടുപ്പ് തോന്നുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനയിൽ 1, 2 3 മൂന്നാമത്തെ മാസമായിട്ട് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാതിൽ തുറന്നത് കണ്ടില്ല. അതാ ഞാൻ ഇദ്ദേഹത്തോട് രൂക്ഷമായി അങ്ങ് സംസാരിച്ചു. വാസ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയുക, ബ്രദറെ ഒന്ന് നിൽക്കുക, വാതിൽ തുറന്നു കിടക്കുക, അടുത്ത വെളിയിൽ ആരെങ്കിലും വന്നിരിക്കും. എനിക്ക് നിന്ന് ആ സമയത്തൊന്നും പിടികിട്ടിയില്ല. പക്ഷേ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ആ വാതിൽ തുറന്നിരിക്കുന്നതുകൊണ്ട് ആ മനുഷ്യൻ വീണ്ടും അവിടെ നിന്നതാ. വാതിലടച്ചാലും നമ്മൾ പോയേനും. പക്ഷെ ആ മനുഷ്യൻ്റെ പ്രത്യാശ അവിടെ നിൽക്കാൻ കാരണം ആ കുഞ്ഞകത്തോട്ട് പോയത് ഞങ്ങൾ കണ്ടു. 2 വാതിൽ അടഞ്ഞാത്തത് ഞങ്ങൾ കണ്ടു. ഏതോ മിനിറ്റിൽ ഇച്ചിവിടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നൈറ്റി കെട്ടിട്ട് അമ്മാമ്മ പുറത്തിറങ്ങി വന്നു. ഞങ്ങളെ വലുതായി സ്വീകരിച്ചു. നാരങ്ങ വെള്ളം വരെയും തന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏതോ മിനിറ്റുകൾ അടഞ്ഞുമെന്ന് തോന്നിയെങ്കിലും വാതിൽ തുറന്നു കിടക്കുന്നു എന്ന് കണ്ടപ്പോൾ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന മിനിറ്റിലും നിനക്ക് മടുപ്പില്ലെങ്കിൽ തുറന്ന സ്വർഗത്തിന്റെ കീഴിലാണ് നീ നിൽക്കുന്നത്. തുറന്ന സ്വർഗത്തിന്റെ കീഴിലാണ് നിൽക്കുന്നത്. എന്താ ഭാഷ തുറന്ന സ്വർഗം എന്ന് പറയുന്നത്? യേശു സ്നാനപ്പെട്ട് കരയിലോട്ട് കയറുമ്പോൾ അവൻ മുകളിലോട്ട് നോക്കി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ യേശുവിന്റെ പ്രാർത്ഥന മുതൽ കാൽവരി ക്രൂശ് മുതൽ ഉയർപ്പ് മുതൽ തുറന്ന സ്വർഗത്തിലാണ് നീ നിൽക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എന്റെ പ്രാർത്ഥനയിൽ ഞാൻ ലജ്ജിക്കത്തില്ല. ഞാൻ മടുക്കത്തില്ല. കാരണം എനിക്കറിയാം തുറന്ന സ്വർഗത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആ വാതിൽ നിന്നും അടഞ്ഞിട്ടില്ല. അത് അടഞ്ഞിട്ടില്ലെങ്കിൽ കൊല്ലത്ത് എനിക്ക് വേണ്ടി ചില വാതിലുകൾ തുറന്നിരിക്കും. അങ്ങ് പുറകിരിക്കുന്നവരും കരമടിക്കാൻ പറ്റുമെങ്കിൽ കരമടിച്ച്, അങ്ങ് പുറകിൽ നിൽക്കുന്നവരും കരമടിക്കാൻ പറ്റുന്നവർ കരമടിച്ച് വാതില് ശങ്കിക്കണ്ട. ശങ്ക കൂടാതെ മുട്ടുന്നവൻ, മടുപ്പ് കൂടാതെ മുട്ടുന്നവന് വേണ്ടി വാതിൽ തുറന്നിരിക്കും. ഈ പകൽ കഴിഞ്ഞ 2 ദിവസം ഒന്നും കണ്ടില്ലെന്ന് പറയുന്ന ആരെങ്കിലും
ആത്മാവിൽ ചലിക്കുക, ആത്മാവിൽ ചലിക്കുക, ആത്മാവിൽ ചലിക്കുക. എന്നോട് കർത്താവ് പറയും, ഒരു പ്രാർത്ഥനയും വൃഥാവല്ലടാ. നമ്മൾ ചിലവർ 6 മാസമൊക്കെ ഒരു സ്ഥലത്ത് പോയാൽ, 1-2 വർഷമൊക്കെ ആയി ഒരു സഭയിൽ സ്ഥിരം പോയാൽ, എൻ്റെ അനുഭവമാണ് കേട്ടോ, അവിടുത്തെ പാസ് പിന്നെ ആ വ്യക്തിയെ വലുതായിട്ട് നോക്കിയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം പാസിൻ്റെ ഉള്ളിൽ അദ്ദേഹം സീനിയറാണ്. ഈ ആദ്യമായിട്ട് വരുന്നവരെ പാസ് നോക്കുന്നത്. പക്ഷേ ഇദ്ദേഹം പല മേഖലയിലും അങ്ങ് മടുക്കാൻ തുടങ്ങും. മടുക്കാൻ തോന്നുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് മടുപ്പ് തോന്നിയിട്ടുണ്ട്? മടുപ്പ് തോന്നുമ്പോഴാണ് അടുത്തേക്ക് നാൾ പറയുന്നത് അപ്പുറത്തൊന്ന് പോകാമെന്ന് പറയും. അപ്പുറത്ത് ചെല്ലുമ്പോൾ ഇതേപോലെ ഈ പാസനെ പോലെ ആദ്യം വരുന്നവർ ഭയങ്കരമായിട്ട് സ്വീകരിക്കും. ഉടനെ ഈ മടുത്ത് പോയ ആൾ പറയൂ, ഇനി ഇവിടെ പോകണ്ട, അവിടെ പോയാൽ മതി. കാരണം അവിടെ ഭയങ്കരമായി സ്വീകരിക്കുക. എൻ്റെ സഹോദരി, നിനക്ക് മനസ്സിലായില്ല, 6 മാസം കഴിയുമ്പോൾ നീ വീണ്ടും റിപ്പീറ്റ് ആകുമോ അതിനകത്ത്. പക്ഷേ നീ ഓരോ മാസം കഴിയുമ്പോഴും വിളിച്ചവനിലേക്ക് നോക്കുമെങ്കിൽ, പൂർത്തീകരിക്കുന്നവനിലേക്ക് നോക്കുമെങ്കിൽ, തനിക്ക് വെച്ചിരിക്കുന്ന വലിപ്പം കണ്ടുകൊണ്ട് ക്രൂശിനെ അവൻ അലക്ഷ്യമാക്കി തന്റെ നന്മയെ അവൻ സ്വീകരിച്ചതായി അവൻ കാണുന്നു. താൻ ഏറ്റ നിന്ദകൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം നിന്നോടുള്ള ദൂതാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് പകൽ 1 വർഷമായവർ, 2 വർഷമായവർ, 3 വർഷമായവർ ഇതിനകത്തുണ്ട്. ഈ പാസ് വിചാരിക്കും ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് അത് എത്ര വർഷമായാലും ഇന്ന് വന്നാലും ഞാൻ പ്രാർത്ഥിക്കും. കാരണം എനിക്കറിയാം ഇല്ലേ വീവം അടുത്ത് വേറെ പോകുമെന്നുള്ളത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അനുഭവമാണല്ലോ നമ്മളെ നടത്തുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അറിയാം എത്ര വൈകിയാലും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തി. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ഒന്ന് കര ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ്, ഇതാണ് ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഈ ക്രിസ്തീയ മാർഗം ദുഃഖത്തിൽ തീരുന്നതല്ല. ഈ ക്രിസ്തീയ മാർഗം സങ്കടത്തിൽ തീരുന്നതല്ല. നിനക്ക് വേണ്ടി സന്തോഷത്തിന്റെ വലിയ പാതകൾ അവൻ ഒരുക്കിയിട്ടുണ്ട്. നിത്യത എന്ന് പറയുന്നത് കണ്ണുനീരില്ലാത്ത സ്ഥലമാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ ഇന്ന് അനുഭവിക്കുന്ന മുഴുവൻ ദുഃഖങ്ങളിൽ നിന്നും തീരാ സന്തോഷത്തിലോട്ടാണ് നീ കാലുവെക്കുന്നത്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിലേക്ക് നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം അവൻ ഓർത്തു. സന്തോഷം ഓർക്കുന്ന വിശ്വാസികൾ ഉണ്ടെങ്കിൽ നീ വിശ്വസിച്ചോണ്ട് പറ, മടുക്കത്തില്ല പാസ്റ്റർ. കാരണം എന്റെ യേശുവാണ് എന്റെ മാതൃക. മടുക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. കാരണം അവൻ നിന്ദിക്കപ്പെട്ടവനാണ്, അവൻ കളിയാക്കപ്പെട്ടവനാണ്, അവൻ തുപ്പലേറ്റവനാണ്, ഹല്ലേലൂയ, അവൻ മുൾമുടി വെച്ചവനാണ്. പക്ഷേ അവൻ അറിയാം ഒരു വലിയ സന്തോഷം ഇതിന്റെ പിന്നിലുണ്ട്. കൊല്ലം ചർച്ച ഒരുമിച്ച് പറഞ്ഞത്, എന്നെ കളിയാക്കിയവരുണ്ട്, എന്നെ കുറ്റം പറഞ്ഞവരുണ്ട്, എന്നെ വഴിയടച്ചവരുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ നോക്കുന്നില്ല. കാരണം എനിക്ക് മുമ്പിൽ ഇനി അങ്ങോട്ട് സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ആത്മാവിൽ ആരോടൊക്കെ ഞാൻ വിളിച്ചു പറയുന്നു, കുഞ്ഞ് വീഴുന്ന കാലം തീർന്നു, കുഞ്ഞ് നടക്കാൻ തുടങ്ങി. വിശ്വസിക്കാമെങ്കിൽ നീ അടുത്ത നിലയിലേക്ക് പോകുന്നു. ചിലവരെ അകത്ത് ചോദിക്കാറുണ്ട്, പാസ് ഇത്രയും നാള് പ്രാർത്ഥിച്ചു, ഇത്രയും നാൾ ആരാധനയ്ക്ക് പോയി, ഇപ്പൊ അങ്ങ് മടുപ്പാ. എന്റെ വിശ്വാസത്തിൽ എനിക്ക് തന്നെ ചോദ്യമാ. എനിക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം, എനിക്ക് മാത്രമേ ഉള്ളൂ ഈ കളിയാക്കൽ, എനിക്ക് മാത്രമേ ഉള്ളൂ ഈ വഴിയടഞ്ഞ അനുഭവം. അറിയാം സഹോദര, നിന്നെക്കാൾ താഴ്ത്തപ്പെട്ടവനെ നീ നോക്കണം. നിന്നെക്കാൾ അറിയാം ക്രൂശിൽ പോലും കയറുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചിട്ടും വഴി തുറക്കാത്തവനെ നീ നോക്കണം. പക്ഷെ അവനറിയാം ഇതിന് പിന്നിലും ഒരു സന്തോഷം ദൈവം വെച്ചിട്ടുണ്ട്. അതാ വാക്യം പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആ വാക്യം പ്രൊജക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് എത്ര പേര് എന്റെ കൂടെ ചേർന്നുകൊണ്ടെന്ന് ഒരുമിച്ചൊന്ന് പറയുക, ഞാൻ മടുക്കത്തില്ല പാസ്റ്റർ, ഞാൻ മടുക്കത്തില്ല. കാരണം എനിക്ക് ഭയങ്കര ഉറപ്പാണ്, എൻ്റെ മുമ്പിൽ ഒരു ഭയങ്കര സന്തോഷം ദൈവം വെച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ ഒരു ഭയങ്കര സന്തോഷം വെച്ചിട്ടുണ്ട്. ആ സന്തോഷത്തെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഈ മിനിറ്റിൽ കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് മടുത്തവർ മുഴുവൻ ഇപ്പോൾ യേശുവിനെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. സന്തോഷം ഓർത്ത് അവൻ അപമാനിച്ചു, അലക്ഷ്യമാക്കി. എന്തോ വേണേലും പറഞ്ഞോളാൻ പറഞ്ഞു, ഇറങ്ങി വാടാ നീ ദൈവം എന്ന് പറഞ്ഞു, അലക്ഷ്യമാക്കി. എന്നിട്ട് ക്രൂശിൽ സകലതും സഹിച്ചു.
അറിയാം, ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഉയർന്ന പൊസിഷനിൽ അവൻ ഇരുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അപവാദത്തിന്റെയും അപമാനത്തിന്റെയും കളിയാക്കലിന്റെയും സീസൺ തീരാൻ പോകുകയാണ്. നിന്നെ ലിഫ്റ്റ് ചെയ്യുന്നവന്റെ കരം, നിന്നെ ഉയർത്തുന്നവന്റെ കരം, ഉടമന മനഘടക സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് മടുപ്പുകൾ മാറ്റിക്കൊണ്ട്, പാസ്റ്റർ ഞാൻ ഇനി മടുക്കത്തില്ല, ഇനി ഞാൻ അലക്ഷ്യമാകത്തില്ല, കാരണം ഈ മാർഗത്തിൽ വലിയ സന്തോഷമുണ്ട്. എത്ര പേര് ഒരുമിച്ച് ഒന്ന് കര ഉയർത്തി പിടിച്ചിട്ടെന്ന് പറയും, സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. എങ്കിൽ അടുത്ത ചിന്ത അതിനോട് ചേർന്ന് ഞാൻ ചിന്തിക്കുക. നിങ്ങളെ പലരും ചോദിക്കാറില്ലേ, പാസേ ഞാൻ മാസങ്ങളായിട്ട് ഹല്ലേലൂയ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു, ഞാനും ഉപവസിക്കുന്നു, പക്ഷെ ദൈവം മാത്രം സൈലൻ്റാണ്, ദൈവം മാത്രമാണ് സൈലൻ്റാണ്. ഹല്ലേലൂയ. എന്നോട് കർത്താവ് ഈ ഓഗസ്റ്റ് മാസം കയറുന്നതിന് മുമ്പേ പറഞ്ഞു, അവൻ്റെ സൈലൻ്റാണ് നിന്റെ വലിപ്പത്തെ വിളിച്ചു കാണിക്കുന്നത്. ഒന്നുകൂടെ ഇത് തിരിച്ചറി, ഇതാ മെസ്സേജ് ഇന്നത്തത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. നീ പ്രാർത്ഥിച്ചിട്ടും നീ വിശുദ്ധിയിൽ നിന്നിട്ടും അറിയാം, നിന്റെ വിഷയത്തിന് മാത്രം മറുപടിയില്ല, ദൈവം സൈലൻ്റാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ മെസ്സേജ് ശ്രദ്ധിക്കണം, ഇന്ന് പകൽ ഈ മെസ്സേജ് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ആ സൈലന്റ് നിന്റെ ഭയങ്കരമായ വലിപ്പത്തെ കാണിക്കുന്നതാണ്. ആ സൈലന്റ് തൊട്ട് സൗഖ്യമായി പോയവരുണ്ട്. ഹല്ലേലൂയ. ശബ്ദത്തിൽ വിടുതൽ പ്രാപിച്ചവരുണ്ട്. വാക്കിനകത്ത്, വീട്ടിനകത്ത്, പുരയ്ക്കകത്ത് അത്ഭുതം നടന്നവരുണ്ട്. ഹല്ലേലൂയ. അവന്റെ വാക്കിനകത്ത് തൃപ്തി വന്നവരുണ്ട്. പക്ഷെ നാളുകൾ കൈയടിച്ചിട്ടും നിന്റെ വിഷയം സൈലന്റ് ആണ്. നാളുകൾ പ്രാർത്ഥിച്ചിട്ടും നിന്റെ വിഷയത്തിന് മറുപടിയില്ല. ഹല്ലേലൂയ. ഞാൻ വിളിച്ചു പറയുന്നു, ആ സൈലന്റുകളാണ് നിന്റെ ഭയങ്കരമായ വിടുതലിന്റെ ആഴം. സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, സൈലന്റ് പീരീഡുകൾ ഈ മാസം തീരുകയാണ്. ഉടമന മനഘടക ആത്മാവിൽ എത്ര പേര് ഈ വചനത്തെ പിടിക്കാൻ തയ്യാറാകും? ഒരു ദർശനത്തിൽ യോസെഫ് ഇറങ്ങി തിരിച്ചു. ദർശനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ മുഴുവൻ സാഹചര്യം വിരോധമായി. സഹോദരങ്ങൾ നിന്ദിച്ചു, പൊട്ടക്കിണറ്റിലിട്ടു. ദർശനം കണ്ടു, ദർശനത്തിൽ വിശ്വസിച്ചു, വിശ്വസിയിൽ നിൽക്കുകയാണ്. ദൈവം സൈലന്റ് ആണ്. പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ ഞാൻ യോസെഫിന്റെ അടുക്കൽ ചെന്ന്, ഇനിയും എത്ര സഹിക്കണം? യോസെഫ് പറഞ്ഞു, അറിഞ്ഞുകൂടാ, പക്ഷെ ദർശനത്തെ മുറുകെ പിടിക്കുകയാണ്. പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ ശരീരം മുറിഞ്ഞിട്ടുണ്ടാകും, കാരണം വെള്ളമില്ലാത്ത സ്ഥലത്താണല്ലോ വീണത്. ഹല്ലേലൂയ. അവിടെ അടിമച്ചന്തയിൽ വസ്ത്രരഹിതനായി വന്ന് നിൽക്കുമ്പം ഞാൻ ചോദിച്ചു, ഇനിയും എത്ര സഹിക്കണം? ദൈവത്തല്ലേ കാണിച്ചത്, ദൈവമല്ലേ വിളിച്ചത്? ആ പറഞ്ഞ്, അറിഞ്ഞുകൂടാ, ദൈവം സൈലന്റ് ആണ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് നിന്റെ ക്രിസ്ത്യ ജീവിതത്തിനകത്ത് നീ ഉറയ്ക്കണം. നീ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ വിഷയം നിനക്ക് സൈലന്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിന്റെ ഭർത്താവിന്റെ വിഷയം സൈലന്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിന്റെ മക്കളുടെ വിഷയം സൈലന്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിന്റെ കുടുംബ വിഷയം സൈലന്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ആരാധന നിർത്തരുത്, വിശുദ്ധ ജീവിതം നിർത്തരുത്, മടിക്കരുത്. കാരണം എന്താണെന്നറിയാമോ? ആ സൈലന്റുകളുടെ പീരീഡുകൾ തീരുന്ന ഒരു ദിവസമുണ്ട്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ഹല്ലേലൂയ. നിങ്ങൾ ദ ലയൺ ഓഫ് ജൂദ, യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തെയാണ് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ദൈവത്തെയാണ് നിങ്ങൾ സേവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് എന്നോട് പറഞ്ഞു, സിംഹം വിജയം വരിക്കുന്നത് എവിടെയാണെന്നറിയാമോ എന്ന് ചോദിച്ചു. സിംഹം വിജയം വരിക്കുന്നത് അതിന്റെ ആരോഗ്യത്തിലല്ല, അതിന്റെ ശരീര വലിപ്പത്തിലല്ല. അതേതോ മിനിറ്റിൽ ഉറക്കം എഴുന്നേറ്റുകൊണ്ടൊന്ന് കുടഞ്ഞുകൊണ്ടൊന്ന് ഗർജിക്കും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ മിനിറ്റുകളിൽ ദൈവത്തിന്റെ ശബ്ദം നിന്നെ വിടുവിക്കാൻ പോകുകയാണ്. ആത്മാവിൽ നിന്ന് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട്, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ, അവന്റെ ശബ്ദത്തിലാണ് മുഴുവൻ വഴികളും തുറക്കുന്നത്, അവന്റെ ശബ്ദത്തിലാണ് സിദ്ധിപ്പുകൾ വെളിപ്പെടുത്തിയത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ കൊല്ലം ചർച്ചിന് വേണ്ടിയും അതേപോലെ ശബ്ദം മുഴങ്ങും.
വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇവിടെ വന്നിരിക്കുന്നവർ വായടച്ചു വെക്കുന്നവരല്ല, ഇവിടെ വന്നിരിക്കുന്നവർ കരമടിക്കാതിരിക്കുന്നവരല്ല. കാരണം അവർക്കറിയാം ഈ ശബ്ദം ഒരുവനെ എഴുന്നേൽപ്പിക്കുന്നതാണ്. എത്ര പേരുടെ കൂടെ ചേർന്നുകൊണ്ട് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയും? യോസഫിനോട് ചോദിച്ചാൽ യോസഫ് പറയും, പൊട്ടക്കിണറ്റിൽ ദൈവം സൈലന്റ് ആണ്. പൊത്തിഫറിന്റെ വീട്ടിൽ അടിമച്ചന്തയിൽ ദൈവം സൈലന്റ് ആണ്. ഹല്ലേലൂയ. കാരാഗൃഹത്തിൽ ദൈവം സൈലന്റ് ആണ്. പക്ഷെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ സമയത്തിലേക്ക് എഴുന്നേൽക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ട് ഈ പകൽ ഞാൻ ആത്മാവിൽ ആരോടൊക്കെയോ ആത്മാവിൽ ദൂത് പറയുകയാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഒരു വെള്ളിയാഴ്ച ദൈവം സൈലന്റ് ആണ്. ശനിയാഴ്ച ക്രൂശിൽ അടക്കിയ സമയത്തും സൈലന്റ് ആണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ഓടി വരികയാണ്. മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 27-ാം അധ്യായം 63-ാമത്തെ വാക്യം. യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3-ാം നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. അപ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിക്കുവാൻ മോഷ്ടിച്ച് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നവരുണ്ടോ? പാസ്റ്റർ, കഴിഞ്ഞ 10 മാസമായി, കഴിഞ്ഞ 7 മാസമായി എൻ്റെ വിഷയം ഇതുപോലാണ്. സൈലൻ്റായിട്ടാണ് നിൽക്കുന്നത്. ശത്രുവാവുന്നത്രോളം ഉറപ്പിച്ചാണ് നിൽക്കുന്നത്. എത്ര പേര് ഒരുമിച്ചൊന്ന് പറയും? ഏൽപ്പിച്ചു കൊടുത്തവൻ ഒരു വെള്ളിയാഴ്ച സൈലൻ്റായി എന്ന് പറഞ്ഞ് ഭാരപ്പെടരുത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, മറുപടികൾ 2 വിധത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സഡൻ മറുപടികൾ വെളിപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. സഡൻ ജോലികളുടെ വാതിൽ തുറക്കുന്നത് കണ്ടിട്ടുണ്ട്. സഡൻ സൗഖ്യങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ചില വിഷയങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൽ നിന്നൊരു മറുപടി കാണാതെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സഡൻ വെളിപ്പെട്ടത് മുഴുവൻ പെട്ടെന്ന് മറന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ വിടുതലുകൾ പെട്ടെന്ന് അതിങ്ങനെ മാക്സിമം 1 മാസമൊക്കെ ഓർത്തിരിക്കത്തുള്ളൂ. പക്ഷേ മാസങ്ങൾ, വർഷങ്ങൾ നീ വെയിറ്റ് ചെയ്തത് നിന്റെ അവസാന സ്റ്റേജിൽ വിളിച്ചു ചോദിച്ചാൽ നീ വിളിച്ചു പറയും, ആ വിഷയത്തിന് മറുപടി ഭയങ്കര വലിപ്പമായിരുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ കുടുംബ ജീവിതത്തിന്റെ വിഷയത്തിൽ മാസങ്ങൾ ദൈവം സൈലന്റ് ആയിരുന്നെങ്കിൽ നിനക്ക് ജീവിതം മുഴുവൻ ഓർക്കുന്ന രീതിയിൽ അവൻ അതിനകത്തൊരു അത്ഭുതത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്വീകരിക്കുക. ദൈവം സൈലന്റ് എന്ന് പറയുന്ന വിഷയങ്ങളിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, അതിനകത്ത് നീ കൂടുതൽ ജാഗരിക്കണം, അതിനകത്ത് നീ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം അതാണ് നിന്റെ ജീവിതത്തിലെ മെയിൻ ടെസ്റ്റിമണിയാകാൻ പോകുന്നത്. സ്വീകരിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. ഹെരോദാവും കൂട്ടരും, പരീശന്മാർ കൂട്ടരും, ഹല്ലേലൂയ, വേദശാസ്ത്രന്മാർ കൂട്ടരും വെള്ളിയാഴ്ച പറഞ്ഞു ഒന്നും നടന്നില്ലല്ലോ, ശനിയാഴ്ച പറഞ്ഞു ഒന്നും നടന്നില്ലല്ലോ. അവർ മുഴുവൻ ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ദൈവം സൈലന്റ് ആണ്. കല്ലറയ്ക്ക് കുലുക്കം വന്നിട്ടില്ല. പക്ഷേ ആഴ്ചവട്ടത്തിന്റെ ഒരുക്കത്തിൽ 1-ാം നാൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതേപോലൊരു ഞായറാഴ്ച രാവിലെ അവൻ പറഞ്ഞു, ഇനി സൈലന്റ് അല്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി, വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി ഈ ഹോളിൽ വ്യാപരിക്കുന്നു. സഹോദരൻ, നിന്റെ ബിസിനസ് നടക്കുന്നില്ലെന്ന് സൂമിൽ ശ്രദ്ധിക്കുന്ന ആരോ പറയുന്നില്ലേ? കഴിഞ്ഞ 1 വർഷമായി ഞാൻ ആ വിഷയത്തിൽ സൈലന്റ് ആണ്. ആത്മാവിൽ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. മാസങ്ങളായി തലമുറയുടെ വിവാഹം നടക്കുന്നില്ല, സൈലന്റ് ആണ്. ഞാൻ വിളിച്ചു പറയുന്നു, അതാണ് ഏറ്റവും വലിയ ടെസ്റ്റിമണിയായി മാറാൻ പോകുന്നത്. എത്ര പേരെന്റെ കൂടെ ചേർന്നുകൊണ്ട് ജോൺസമ്മറിനോട് ചോദിച്ചാൽ ജോൺസൺ പറയും, 8 വർഷമായി ദൈവം സൈലന്റ് ആണ്. ലോകത്തോട് മുഴുവൻ പറയുന്ന രീതിയിലായിരിക്കും ആ ടെസ്റ്റിമണി തുറക്കാൻ പോകുന്നത്. എത്ര പേരെന്റെ കൂടെ ചേർന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. ഞാൻ രക്ഷയിൽ വന്നിട്ട് എൻ്റെ പെങ്ങളുടെ വിവാഹത്തിന് വേണ്ടി 1.5 വർഷം വെയിറ്റ് ചെയ്തു. ദൈവം സൈലന്റ് ആയിരുന്നു. കഴിവിൽ നോക്കി, മിടുക്കിൽ നോക്കി, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നറിയാവോ? പക്ഷെ അതിനകത്തൊന്നും ഒരു ആൻസറും വന്നില്ല. പല ദിവസങ്ങളിൽ നിരാശപ്പെട്ടു പോയിട്ടുണ്ട്.
ഹല്ലേലൂയ. വെളിയിലിറങ്ങി മേലോട്ട് ചോദിച്ചിട്ടുണ്ട്, വിളിച്ച ദൈവമേ എന്താ ഉത്തരം പറയാത്തത്? പക്ഷേ ഇന്നത്തെ എൻ്റെ പെങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. എൻ്റെ ഭാര്യയും കൂടെ നിർത്തി സാക്ഷ്യം പറയുന്നത്, ആ കുടുംബജീവിതത്തെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ജോൺ ബ്രദർ വ്യക്തമായിട്ട് അറിയാം. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവരുടെ ജീവിതം ഭയങ്കര സക്സസ് ആയിട്ടോ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ച് ഉടമന മനഘടക സധര മനഘടക ശബദന മനഘടക സന്ധര മനഘടക ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹല്ലേലൂയ, അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 22 വർഷം കൊണ്ടായി തോന്നുന്നു. ഇന്നുവരെ വഴക്കിടുന്ന് കണ്ടിട്ടില്ല കേട്ടോ. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ. 1.5 വിഷയം പ്രാർത്ഥിച്ചു സൈലന്റ് ആയിരുന്നു. ഒത്തിരി നിന്ദയേറ്റ വിഷയമാണ്, ഒത്തിരി പഴി കേട്ട സമയമായിരുന്നു. പക്ഷേ ആ കല്യാണം ദൈവം സെറ്റ് ചെയ്ത സമയത്ത് വിശ്വസിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ പൈസയുടെ കൂടുതൽ കൊണ്ടല്ല, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, എൻ്റെ പെങ്ങളുടെ സൗന്ദര്യം കൊണ്ടല്ല ആ വിവാഹം നടന്നത്. ദൈവമാണ് അതിനകത്ത് ചലിച്ചത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഏതൊക്കെ കുടുംബങ്ങളുടെ മേലിൽ നിന്റെ സൈലന്റ് പീരീഡ് തീരാൻ പോകുന്നു. നിന്റെ മുട്ടിയിട്ടും തുറക്കുന്നില്ലെന്ന് പറഞ്ഞ ആ സൈലന്റ് പീരീഡ് യേശുവേ പ്രിയനായവൻ ദീനമാന്ന് പറഞ്ഞു. ദൈവം സൈലന്റായി. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് അക്കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചോ. ഹല്ലേലൂയ. ലാസറിന്റെ വീട്ടിൽ നിന്ന് ഹല്ലേലൂയ ബെഥാനിയയിൽ നിന്ന് ആള് വന്നു. ഞാനത് കഴിഞ്ഞ ദിവസം ചിന്തിക്കുന്നത്, ബെഥാനിയയിൽ നിന്ന് യേശു ഇരിക്കുന്നിടത്തോട്ട് വരണമെങ്കിൽ ഒത്തിരി സമയമെടുത്തിട്ടുണ്ട്, ഒത്തിരി വില കൊടുത്തിട്ടുണ്ട്. അത്രയും വില കൊടുത്തു വന്ന യേശുവിനോട് പറഞ്ഞപ്പം യേശു പറഞ്ഞ സ്ഥലത്ത് 2 ദിവസം കൂടി ഇരുന്നു. നിങ്ങളാണെങ്കിൽ ദൈവത്തെ വിളിക്കോ ഇല്ലയോ? വന്ന് പറഞ്ഞ ആവശ്യം പറഞ്ഞതാ. യേശു പറയുന്നത് ഇങ്ങനെ, നിനക്ക് പ്രിയനായവൻ ഇപ്പോൾ ദീനമായിരിക്കുന്നു. അത് കേട്ടിട്ട് യേശു ഒറ്റ പദം പറഞ്ഞു, ഈ ദീനം മരണത്തിലല്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് കരം ഉയർത്തിക്കോ ബ്രദർ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ രോഗം ഹല്ലേലൂയ ഇത് ദൈവപുത്രൻ ഹല്ലേലൂയ മഹത്വം എടുക്കേണ്ടതിനാണ്. ഇല്ലെങ്കിൽ ഈ ഞായറാഴ്ച നിങ്ങൾ ഇവിടെ വരത്തില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ യൂറിൻ ബ്ലാഡറിനെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കാൻ പോകുകയാണ്. ഉടമനമനകട എന്നും ചോർന്നുകൊണ്ടിരിക്കുന്ന യൂറിൻ ബ്ലാഡറിനെ ഇന്ന് യേശു സൗഖ്യമാക്കാൻ പോകുന്നു. ഉടമനകടക ശതനകടക ആത്മാവിലൊന്ന് കര ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, എന്റെ അറിവില്ലാത്ത സമയത്താണെങ്കിൽ റജി വർഗീസ് പറേ ഞാൻ പ്രാർത്ഥന നിർത്തിയനും പ്രിയനാന്നു ഇത്ര ഉറക്കൊഴിയും കണ്ണുനീരൊക്കെ പറയുന്നുണ്ട്. എന്റെ പ്രാർത്ഥന മാത്രം കേൾക്കത്തില്ല. നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വില വ്യത്യസ്തമാണ്. 12 വർഷമായി രക്തസാവസ്ത്രീ എന്ന് കൊടുത്തിട്ടുള്ളൂ, പേര് കൊടുത്തിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ, പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ ബെഥാനിയ അവൻ്റെ സ്ഥലം, അവൻ്റെ സഹോദരിമാരുടെ പേര് മാർത്ത, മറിയ. അറിയാം, ഈ പുസ്തകം ഇത്ര ചെറുതാണെങ്കിലും അറിയാം, ബെഥാനിയയിലെ ലാസറിന്റെ വീട് ഒരധ്യായത്തിൽ തീർന്നില്ല കേട്ടോ. നിന്റെ വിഷയം സൈലന്റ് ആണെന്ന് തോന്നിയാൽ അത് 5 വാക്യത്തിൽ നിൽക്കത്തില്ല. നീ പട്ടണത്തിനകത്തൊരു പുസ്തകമാകാൻ പോകുകയാണ്. അത്രത്തോളം ദൈവത്തിന് നിർബന്ധമാണ്. ക്രൂശിൽ നിന്നെ മാറ്റി നിർത്തത്തില്ല. ആത്മാവ് ഇറങ്ങുന്ന സ്ഥലത്ത് നിന്നെ മാറ്റി നിർത്തത്തില്ല. കാരണം അധ്യായങ്ങൾ എഴുതുകയാണ്. കാരണം എനിക്ക് പ്രിയരാണവർ. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക. ഞാൻ കേറി നിന്നൊരു ദൂത് പറയാൻ പോകുകയാണ്. ദൈവത്തിന്റെ സൈലന്റ് അല്ലേ നീ കരയാൻ കാരണം? ദൈവത്തിന്റെ സൈലന്റ് അല്ലേ നീ ഉപവസിക്കാൻ കാരണം? ദൈവത്തിന്റെ സൈലന്റ് അല്ലേ നീ വീണ്ടും വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിക്കാൻ കാരണം? ദൈവത്തിന്റെ സൈലന്റ് അല്ലേ നിന്റെ മുമ്പിലുള്ള കളിയാക്കലുകൾ വെളിപ്പെട്ടത്? ദൈവത്തിന്റെ സൈലന്റ് അല്ലേ നീ ഉപദ്രവിക്കപ്പെട്ടത്? ദൈവത്തിന്റെ സൈലന്റ് അല്ലേ ശത്രു നിന്നെ നിന്ദിക്കാൻ കാരണം? പിടിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് പിടിക്കുക. ഞാൻ വിളിച്ചു പറയാം, എന്റെ കൂടെ നിന്ന് ചക്കര വാക്ക് പറഞ്ഞ ഒരു വാക്കും എന്നെ ഉയർത്തിയിട്ടില്ല.
Yes, somebody. Yes, somebody. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എന്നെ ഉയർത്തിയത് മുഴുവൻ എനിക്ക് വിരോധമായി വന്ന അമ്പുകളാണ്. എന്നെ അടുത്ത നിലയിലെത്തിച്ചത് മുഴുവൻ എനിക്ക് വിരോധമായി വന്ന കളിയാക്കലുകളാണ്. ശബദന മനഘടക. ഞാൻ എന്ന വ്യക്തി ഇന്ന് ഈ മൈക്ക് പിടിക്കാൻ കാരണം ആദ്യ നാളുകളിൽ ഞാൻ അനുഭവിച്ച കളിയാക്കലുകളാണ്. ആത്മാവിൽ വിളിച്ചു പറയുന്നു, കൊല്ലം പട്ടണത്തിൽ ഞാൻ കാണാതെ ഞാൻ കേൾക്കാതെ അനേകരനെ ചീത്ത വിളിക്കുന്നുണ്ട്, അനേകരന്റെ വഴിയടയ്ക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആ സൈലന്റ് പീരീഡുകളാണ് ഇനിയും വളർത്താൻ പോകുന്നത്. മനഘടക ശബദന മനഘടക. ഒറ്റ പ്രാർത്ഥനയിലെ വിടുതലുകളൊന്നും എന്നെ വളർത്തിയിട്ടില്ലെന്ന്. ആരെങ്കിലും ഉറയ്ക്കുന്നവരുണ്ടെങ്കിൽ ഉറയ്ക്കുക, ആരെങ്കിലും ഉറയ്ക്കുന്നവരുണ്ടെങ്കിൽ ഉറയ്ക്കുക. നീ എവിടെങ്കിലും വളർന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് നേരെ വന്ന ശത്രുതയാണ് നിന്നെ വളർത്തിയത്. നിന എവിടെങ്കിലും ഉയർന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് നേരെ വന്ന എതിരുകളാണ്. ജോലിയിൽ ഉയർന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? രഹസ്യത്തിൽ ഒന്ന് ചോദിച്ചു നോക്കുക. അവർ പറയും, ആദ്യ നാളുകളിലെ കഷ്ടപ്പാടുകളാണ് ആ ഉയർന്ന പൊസിഷനിൽ എന്നെ എത്തിച്ചത്. ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചലിക്കുക. ഉടമന മനമന ഘടക ശബദന മനമന ഘടക. പാസ്റ്റർ, ഇന്നും വെല്ലുവിളിയുണ്ട്. ഞാൻ വിളിച്ചു പറയും, സൗകര്യം മടുക്കരുത്, നീയാണ് ഉയരാൻ പോകുന്നത്. ദൈവം സൈലന്റ് ആകുന്നത് എന്താണെന്നറിയാവോ? യോസഫെ ദർശനം കാണിച്ചിട്ട് ദൈവം സൈലന്റ് ആകുന്നത്, നിന്നിലൂടെ ഒരു പട്ടണം വിടുതൽ പാലിക്കാൻ പോകുകയാണ്. നിന്നിലൂടെ 7 വർഷത്തെ ക്ഷാമം വലിയ നിലയിൽ പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. ആദ്യ ദിവസം തന്നെ നിനക്ക് വിടുതൽ വന്നായിരുന്നെങ്കിൽ നീ പാല് കുടിക്കുന്ന ബേബിയായി ജീവിച്ചേനെ. അപ്പൻ നിനക്ക് വീണ്ടും ഊട്ടിത്തരണം, അമ്മ നിന്നെ സഹായിക്കണം. പക്ഷെ ആരുമില്ലാത്ത പൊട്ടക്കിണറ്റിലും, ആരുമില്ലാത്ത അടിമച്ചന്തയിലും, ആരുമില്ലാത്ത പൊത്തിഫറിന്റെ വീട്ടിലും, ആരുമില്ലാത്ത ജയിലറയിലും ദൈവം സൈലന്റ് ആണെങ്കിലും നീ വളരുകയാണ്. നിന്റെ ഒറ്റപ്പെടലുകൾ ദൈവം സൈലന്റ് ആകുന്നത് എന്തിനാണെന്നറിയോ? നീ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ഓഗസ്റ്റ് മാസം നീ ചിന്തിക്കരുത് ഇനി ദൈവം സൈലന്റ് ആണെന്ന്. ദൈവത്തിന് നിന്നെ ബോധിച്ചു കഴിഞ്ഞു. ഇനി ദൈവം എഴുന്നേൽക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച്, ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ ഒരു ദിവസമല്ല ഗോലിയാത്ത് വെല്ലുവിളിച്ചത്. ഗോലിയാത്ത് നീണ്ട 39 ദിവസം ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയാണ്. ആരുണ്ടാ ജയിക്കാൻ? ഇറങ്ങി വാടാന്ന് അവൻ ഹല്ലേലൂയ വിളിച്ചതും കളിയാക്കിയതും നിന്ദിച്ചതും ഇസ്രായേലിനെ മാത്രമല്ല, അവന്റെ ദൈവത്തെ കൂടെയാണ്. 39 ദിവസം ഒരേ നിലയിൽ ഗോലിയാത്ത് വെല്ലുവിളിക്കുന്നത് ഇസ്രായേലിനെ മാത്രമല്ല, അവന്റെ ദൈവത്തെ കൂടെയാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ചോദിച്ചു, എന്താ കർത്താവ് ഈ വെല്ലുവിളിയിൽ ഇവൻ വീഴാത്തത്? ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, എടാ എൻ്റെ ഒരു പയ്യനുണ്ട് കേട്ടോ, അവൻ കാട്ടിൽ വളർന്നു വരുന്നേയുള്ളൂ, അവൻ കാട്ടിൽ എഴുന്നേറ്റ് വരുന്നേയുള്ളൂ, അവൻ എഴുന്നേൽക്കുന്നതാണ് എന്റെ സൈലന്റ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ എഴുന്നേൽക്കുന്നത് ഇനി അനേക കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച്. ഇത് കോപ്പിയടിയല്ലേ മെസ്സേജ്, ഇത് ജീവിതമാ പ്രസംഗിക്കുന്നത്. ഉടമന മനഘടക. ഈ കൊല്ലം പട്ടണത്തിൽ അനേക സമയം ഞാൻ തകർന്നു പോകുമെന്ന് തോന്നിയിട്ടുണ്ട്, ഇനി പോകാൻ പറ്റത്തില്ലെന്ന് തോന്നിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ കുടുംബജീവിതം അവസാനിക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ കർത്താവിനോട് കരഞ്ഞു ചോദിച്ചിട്ടുണ്ട്, എന്താ ഈ സൈലന്റ്?
കർത്താവിനോട് പറഞ്ഞു, സൈലന്റ് അല്ലടാ, നീ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്ക. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്ക. ഞാൻ ദാവീദിനോട് ചോദിച്ചു, ദാവീദേ, അപ്പനും അമ്മയും തള്ളി, സഹോദരന്മാർ തള്ളി, ആ കൊടുങ്കാറ്റിൽ നീ ഒറ്റയ്ക്കല്ലേ? ദാവീദ് പറയും, ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ കുറെ ആടുകളുണ്ട്. ആ ആടുകളുടെ മുഴുവൻ കാര്യം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അറിയാം, കർത്താവ് പറഞ്ഞ ഒരു ട്രെയിനിങ് ആണ്. ഈ ആടുകളെയല്ല, അവൻ എൻ്റെ ജനത്തിനെ നോക്കാൻ പോകുകയാണ്. ഓ സമ്പടി, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ തിരമാലകൾ കാണാം, നിന്റെ ജീവിതത്തിൽ ആഞ്ഞു വീശുന്ന കാറ്റുകൾ കാണാം. നീ ചോദിക്കും, ദൈവമേ സൈലന്റ് എന്ന്. കർത്താവ് പറയും, അതിനെ അതിജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. സൂമിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് ഈ പുസ്തകത്തിൽ ഞാൻ കൈവച്ച് പറയാം, അവൻ അനുവദിക്കാതെ റോയ് പാസിന് ഒന്നും സംഭവിക്കത്തില്ല. നിനക്ക് തോന്നും നീ വീഴുമെന്ന്, നിനക്ക് തോന്നും നിന്നെ അവസാനിക്കുമെന്ന്. പക്ഷെ സൈലന്റ് ആയവൻ പറയുന്നു, വീഴാതെ താങ്ങും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക. സൈലന്റ് ആയവൻ പറയും, നിന്റെ തലയെ ഞാൻ ഉയർത്തും. ഈ 39 ദിവസമാണ് ദാവീദിന്റെ വളർച്ച നടക്കുന്നത്. എത്ര പേരുടെ കൂടെ എഴുന്നേക്കും? ഞാൻ ദാനിയേലിനോട് ചോദിച്ചു, 3 നേരം ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരല്ലേ നീ? എന്താ നിന്റെ പ്രാർത്ഥനയിൽ ദൈവം ചലിക്കാത്തത്? ഇന്ന് ദാനിയേൽ എന്നോട് പറയും, എൻ്റെ ദൈവത്തിൻ്റെ സൈലന്റാ ആ പട്ടണത്തിലെ രാജാവ് പോലും എഴുന്നേൽക്കാൻ കാരണം. യെസ്, I feel യെസ്, ഭയങ്കര ദൈവശക്തി വ്യാപരിക്കുന്നു. നിന്റെ ഒറ്റപ്പെടലിൽ, നിന്റെ വേദനയിൽ നിനക്ക് തോന്നും ഗോലിയാത്ത് വലുതാണ്. ഇല്ല, അതെന്റെ ദൈവത്തിന്റെ സൈലന്റ് ഭീര മാത്രമാ. സ്വീകരിക്കാൻ ആരിലുണ്ടോ? നിന്റെ തലമുറയുടെ വിടുതൽ, നിന്റെ കുടുംബത്തിന്റെ ഉയർപ്പ്. നീ തോന്നും, നിനക്ക് തോന്നും സന്തോഷ പിടിക്കാമെങ്കിൽ പിടിക്കണം കേട്ടോ. നിന്റെ കുടുംബത്തുള്ള ദൂത ഞാൻ വിളിച്ചു പറയുന്നത്. നിന്നോട് തന്നെ പലരും ചോദിച്ചു കാണാം, എന്താ ഇത്ര പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാത്തത്? ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത്, ദൈവം സൈലന്റ് ആകുന്നത് ജീവിതം മുഴുവൻ പറയാൻ പറ്റുന്ന രീതി. ഓ കാണാൻ നിൽക്കില്ല. പുറകെ നിൽക്കുന്ന സുദസ്സരോടുകൂടെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കണം. കുടമന മനക്കെട്ടക്ക, ശബ്ദ മനക്കെട്ടക്ക. ഞാനൊരു ആഴം പറയാൻ പോവുകയാണ്, പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോണം. ഇന്ന് ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന പോലെ നീ ഇവിടുന്ന് അഭിഷേകത്തിൽ ഇറങ്ങാൻ പോകുന്നത്. കുടമന മനക്കെട്ടക്ക, ശകതരക്കെട്ടക്ക. കർത്താവിനോട് പറഞ്ഞു, വെള്ളിയാഴ്ച സൈലന്റ് ആടാ, ശനിയാഴ്ച സൈലന്റാ, പക്ഷെ ഞായറാഴ്ച ഞാൻ തുറക്കുന്ന വാതിലിനെ ഇനി ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ തുറക്കുന്ന വാതിലിനെ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. കുടമനക്കെട്ടക്ക. അത് കോടതിയല്ല തുറക്കുന്നത്, അത് പോലീസല്ല തുറക്കുന്നത്. ദൈവം തുറക്കുന്നു. അവനൊരു വാതിൽ തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. കൊല്ലം ചർച്ച സ്വീകരിക്കുക. മനുഷ്യനല്ല തുറക്കാൻ പോകുന്നത്, സൈലന്റ് ആയവൻ എഴുന്നേൽക്കുന്നു. ജോൺ സൗദി സ്വീകരിക്കുക. സൈലന്റ് ആയവൻ മാറുന്നു. എൻ്റെ പ്രാർത്ഥന മുറിയിൽ ദൈവനോട് പറഞ്ഞു, എൻ്റെ സൈലന്റുകൾ നിന്നെ ചിലത് പഠിപ്പിക്കും. കൂടെ നിൽക്കുന്നവൻ ആരാന്ന് നിനക്ക് മനസ്സിലാകും. ഒറ്റിക്കൊടുക്കുന്നവൻ ആരാന്ന് നിനക്ക് മനസ്സിലാകും.
കൂടെ നിന്ന് മുൾക്കിരീടം വെക്കുന്നത് ആരാന്ന് നിനക്ക് മനസ്സിലാകും. അതേസമയം ആദ്യം വഴി തുറന്ന ഇവരെ ആരും നിനക്ക് പിടികിട്ടത്തില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് എത്ര തെള്ളിപ്പറഞ്ഞാൽ ഓടി വരുന്ന പത്രോസിനെ നിനക്ക് മനസ്സിലാകും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് യെസ്. കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവൻ ശിവം പറ ഈ കൊല്ലത്ത് ദൈവം എന്നെ പഠിപ്പിച്ചത് എന്റെ സൈലന്റുകളാണ് നീ എന്തെങ്കിലും തിരിച്ചറിഞ്ഞത്. ദൈവത്തിന്റെ സൈലന്റുകളല്ലേ കൂടെ നിന്ന് ആരാന്ന് പഠിപ്പിച്ചതാ. ആര്യ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. ജോൺ പറ ആ സൈലന്റുകളല്ലേ ആര് കൂടെ നിൽക്കുമെന്ന് മനസ്സിലാക്കിയതാ, ആര് കുറ്റം പറയുമെന്ന് മനസ്സിലാക്കിയതാ, ആര് തള്ളിപ്പറയുമെന്ന് മനസ്സിലാക്കിച്ചതാ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു പറ ഈ ഓഗസ്റ്റ് മാസം എനിക്ക് ഭയങ്കര ബോധ്യമാ. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ട മാസമായത്. അവൻ ഒരു വാതിൽ തുറന്നാൽ ഇന്നും ഇസ്രായേലിലെ വാതിൽ ആർക്കും അടയ്ക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതിന്നും തുറന്നു തന്നെ കിടക്കുകയാണ്. ഭൂമിയിൽ അനേക രാജാക്കന്മാരുണ്ടായിരുന്നു, അനേക ദൈവങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആരുടെയും കല്ലറ തുറന്നിട്ടില്ല. ഏൽപ്പിച്ചു കൊടുത്തവൻ സൈലന്റ് ആയെന്നല്ല, അവൻ അതിനെ തുറന്നു. ബാബുറെ സ്വീകരിക്കോ. നിങ്ങളുടെ പല വാതിലുകളും സൈലന്റ് ആയെന്ന് തോന്നിയപ്പോഴാ എത്ര പേർ കൂടെ നിൽക്കുമെന്ന് മനസ്സിലായത്, എത്ര പേർ സാമ്പത്തികത്തിൽ സഹായിക്കുമെന്ന് മനസ്സിലായത്. പ്രാർത്ഥിക്കോ, പ്രാർത്ഥിക്കോ. അടൂരിൽ നിന്ന് വരുന്ന ബ്രദർ, നിങ്ങളുടെ സൈലന്റുകളാണ് നിങ്ങളുടെ കൂടെ ആരും നിൽക്കുമെന്ന് മനസ്സിലായത്. ഒറിജിനൽ കുടുംബമാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാകുന്നതെന്നറിയാമോ? വീട്ടിൽ മുഴുവൻ 5 സ്റ്റാർ ഫുഡ് വരുമ്പോഴല്ല, നിന്റെ കഷ്ടതയിൽ നിന്റെ ഭാര്യ നിന്റെ കൂടെ നിൽക്കില്ല എന്നുള്ളത് മനസ്സിലാകും. കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ നോട്ടത്തിൽ എൻ്റെ അമ്മ ഒത്തിരി കുറ്റമുള്ളതായിരിക്കും. നിങ്ങളുടെ നോട്ടത്തിൽ എൻ്റെ അമ്മ ശരിയല്ലാത്തവളായിരിക്കും. പക്ഷെ എൻ്റെ സങ്കടങ്ങളിൽ മുഴുവൻ എൻ്റെ കൂടെ നിന്നാണ് എൻ്റെ മാതാവ്. അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിക്കാം. എൻ്റെ സങ്കടങ്ങളിൽ എൻ്റെ കൂടെ നിന്നാളാ എൻ്റെ ഭാര്യ. ഞാൻ ഫുൾ ടൈം ഇറങ്ങുമ്പോൾ, ജോലി വിടുമ്പോൾ ഒരു പൊട്ടിയെ പോലെ കൂടെ നിന്നത്. എൻ്റെ മോനെ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താണെന്നറിയാവോ? എൻ്റെ കാലനക്കം പറ്റാതെ നിൽക്കുമ്പോഴും എൻ്റെ കാല് തടകി തന്നവനവൻ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് നിന്റെ പ്രാർത്ഥന വിഷയുടെ സൈലന്റുകളാണ് നിന്നെ എവിടെങ്കിലും എത്തിക്കാൻ പോകുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഉടമന ഘടക ശതര ഘടക ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. എത്ര പേരുടെ കൂടെ ചേർന്നുകൊണ്ട് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, എല്ലാം ഉള്ളപ്പോൾ നിൽക്കുന്ന സ്നേഹിതരല്ല റിയൽ ആൾക്കാർ. ആരുമില്ലെന്ന് തോന്നുമ്പോൾ ചങ്ക് പിടിച്ച് കൂടെ നിൽക്കുന്നവനാണ് റിയൽ ആൾ. അതിനകത്ത് ഏറ്റവും വലുതായി മനസ്സിലാക്കിയത് യേശുവിനെ മാത്രമാണ് ഞാൻ. എല്ലാവരും ഒറ്റപ്പെടുന്ന സമയം ഉണ്ടാകും കേട്ടോ. പക്ഷെ ആ സമയത്ത് കർത്താവ് അടുത്ത് വരും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവനാണ് നിന്റെ ചങ്ക്, അവനാണ് നിന്റെ സകലതും. നിങ്ങൾക്ക് എത്ര പേർക്ക് കൈ ഉയർത്തിപ്പിടിച്ച് പറയാൻ പറ്റും? നിന്റെ തെറ്റുകളെ പറഞ്ഞ് നിന്നെ കുഴയ്ക്കാത്തതും കുറ്റം പറയാത്ത ഒരുത്തനുണ്ടെങ്കിൽ അവനാണത്. നിനക്കത് വരണമെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന് കളിയാക്കിയത് ലോകക്കാർ ഒത്തിരി പേര് കാണും. പക്ഷെ ആ പ്രശ്നത്തിലും കണ്ണുനീര് തുടച്ചുകൊണ്ട് നിന്റെ കുറവുകളെ പരിഹരിക്കാൻ കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കൂ. സൂമിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക.
ദാസന്റെ വീഴ്ചയിൽ ഒത്തിരി പേർ മാറിയിട്ടുണ്ടാകാം, പക്ഷെ വിളിച്ച ദൈവം മാറത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരം ഉയർത്തിപ്പിടിച്ച് ഈ 72ാമത്തെ മണിക്കൂറിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ സൈലന്റ് ആണ് നിന്നെ ഉയർത്താൻ പോകുന്നത്, നിന്നെ ചലിപ്പിക്കാൻ പോകുന്നത്. യെസ്, ആ കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിക്കുക. സൈലന്റ് പറഞ്ഞു നിൽക്കാനല്ല ഞാൻ റോയ് പാസ് വന്ന് നിൽക്കുന്നത്. അടുത്ത മിനിറ്റിൽ ഗോലിയാത്ത് വീഴാൻ പോകുകയാണ്. ഈ ഓഗസ്റ്റ് മാസം ഗോലിയാത്ത് തീരാൻ പോകുകയാണ്. കാരണം നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ഒറ്റ കല്ലുകൊണ്ട് അവൻ വീഴാൻ പോകുന്നു. 39 ദിവസങ്ങളുടെ വലിപ്പം തീരാൻ പോകുന്നു. ആരെങ്കിലും തകർന്നവരുണ്ടോ? ആരെങ്കിലും വഴി അടഞ്ഞവരെന്നെ കേൾക്കുന്നുണ്ടോ? ലിനിസൊക്കെ അടുത്ത് നിൽക്കുന്ന ബ്രദർ, ഇന്നലെ അവർ തന്നെ പരിചയപ്പെട്ടത്. നീ വിശ്വസിക്കാമെങ്കിൽ ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കും നീ പറഞ്ഞില്ലേ നിന്റെ വീട്ടിൽ മുഴുവൻ പ്രശ്നമാണ്, ഒരു വഴി തുറക്കുന്നില്ലെന്ന്. ആ സൈലന്റാ നിന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സൈലന്റ് പീരീഡ് തീരാൻ പോകുന്നു. ശനിയാഴ്ച വൈകിട്ടും ശത്രു ആർത്തിട്ടുണ്ടാകാം, തുറക്കത്തില്ല. പക്ഷേ ശത്രുവെ നിനക്കറിയത്തില്ല, വിളിച്ച ദൈവത്തിന്റെ പേര് വിശ്വസ്തനെന്നാണ്. വിളിച്ച ദൈവത്തിന്റെ പേര് വിശ്വസ്തനെന്നാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും അവൻ മാറത്തില്ല. വിശ്വസിക്കുന്നവർ കരമുയർത്തിപ്പിടിച്ച് എനിക്കൊരു ഭയങ്കര ശക്തി ഫീൽ ചെയ്യുന്നു. ഇതിനകത്ത് നിൽക്കുന്നവരെ മുഴുവൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇത് ഭയങ്കര തുറവിന്റെ സമയമാണ്. നീ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഉയരത്തിൽ നിന്ന് നിന്റെ ആൻസർ ഇറങ്ങി വരാൻ പോകുന്നു. വിശ്വസിക്കുന്നവര് മുഴുവൻ 2 മിനിറ്റ് ഒന്ന് കൈ അടിച്ച് പാടിയിട്ട് ഈ പാട്ട് പാടാൻ പോവുകയാണ്. എന്നിട്ട് വിമൽ പറഞ്ഞ് നമ്മൾ ഓടിച്ചു വിടാൻ പോകുന്നു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് സൈലന്റ് പീരീഡ് തീരുന്നു എന്നുള്ളതിൻ്റെ ആഴം നിന്റെ മേളിൽ വീഴുന്ന എണ്ണയാണ്. ദാവീദേ, നിന്റെ ഒറ്റപ്പെടൽ തീരുന്നു എന്നുള്ളതിൻ്റെ സൈൻ എന്നോട് കഴിഞ്ഞ ദിവസം കർത്താവ് പറഞ്ഞാൽ വന്ന ഒന്നിനെ പോലും വിടരുത്, എണ്ണ തേച്ചിട്ട് വിടാവൂ. ലോകത്തിൻ്റെ മുമ്പിൽ ആ എണ്ണ വിളിച്ചു പറയും, അവൻ്റെ സൈലന്റ് തീർന്നു. അടുത്തത് അവസരങ്ങളാണ്, അടുത്തത് അവസരങ്ങളാണ്. നിന്ദിക്കപ്പെട്ട ഭവനത്തിൽ അവൻ അവസരങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ കരമൊന്ന് ഹല്ലേലൂയ അടിച്ചുകൊണ്ട് അവനൊരു വാതിൽ തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല.
അവൻ യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. എന്റെ യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാക്ക് പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാവുകില്ല. എന്റെ യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവുകില്ല. യേശു ഒരു വാക്ക് പറഞ്ഞാൽ ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം. എതിർപ്പാനാവുകില്ല. എന്റെ യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവുകില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ കർത്താവ് ഉറപ്പിക്കാൻ പോവുകയാണ്. ലാസറേ, പ്രിയനായ, നീ ഒരിക്കലും ആ കല്ലറയിൽ അവസാനിക്കത്തില്ല. ലോകത്തിനും നിന്റെ അടുത്ത് നിന്നുള്ള എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാകാം അവൻ സൈലൻ്റ് ആണെന്ന്. ഇല്ലില്ല, 4-ാമത്തെ ദിവസം ഒരു ഉയർപ്പ് വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ഹോളിനകത്ത് ഈ മിനിറ്റിൽ വ്യാപരിക്കുന്നത് ഉയർപ്പിൻ്റെ ശക്തിയാണ്. ഉയർപ്പിൻ്റെ ശക്തിയാണ്. ഉയർപ്പിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഒരുമിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമോ? എന്നോട് കർത്താവ് പറയുന്നത് സൗഖ്യമാകിയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമോ? ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥിച്ച് യൂട്യൂബിൽ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരാജയമെന്ന് തോന്നിയ സമയങ്ങളുണ്ടാകാം. വാതിലടഞ്ഞ സമയമുണ്ടാകാം. അവിടെ ഒന്നും ദൈവം പ്രവർത്തിക്കുന്നില്ലെന്ന് തോന്നിയ അവൻ്റെ സൈലൻ്റാണ് നിൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ സാക്ഷ്യമായി മാറാൻ പോകുന്നത്. നീ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഏത് വിഷയത്തിനകത്താണോ നീ മാസങ്ങൾ വെയിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ മറുപടിയില്ലെന്ന് പറഞ്ഞത്, അതാണ് നിൻ്റെ ജീവിതാന്ത്യം വരെയും സാക്ഷ്യമായി നിൽക്കാൻ പോകുന്നത്. കർത്താവേ, എന്നെ കാണുന്ന ഓൺലൈനിൽ നിൽക്കുന്ന മുഴുവൻ പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൻ ആദ്യം മാത്രമല്ല, അവൻ അന്ത്യനും കൂടെയാണ്. അവൻ ആൽഫ മാത്രമല്ല, അവൻ ഒമേഗയും കൂടെയാണ്. കർത്താവെ, ഈ യൂട്യൂബിൽ കണ്ട മുഴുവൻ പേരെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ശക്തി വെളിപ്പെട്ടതിനായി സ്തോത്രം.